ഹായ് മക്കളെ, ഞാൻ ഈ JEE ആസ്പിരൻസിനോട് സംസാരിക്കുമ്പോൾ, അതായത് ഇപ്പോൾ റിപ്പീറ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ +2ൻ്റെ കൂടെ തന്നെ JEE കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളായിക്കോട്ടെ, അവരൊക്കെ ആകെ എന്താണ് കൺഫ്യൂസ്ഡ് ആണ്, ഭയങ്കര ഡൗൺ ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം JEEയുടെ സെക്കൻഡ് ഫേസിന് ഇനി ആകെ 12 ദിവസം കൂടിയേ ഉള്ളൂ. ആൻഡ് JEEയുടെ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രീമിലേക്ക് എത്താനുള്ള ലാസ്റ്റ് ചാൻസ് അല്ലേ. അപ്പം ഇവിടെ എന്താണ് ഭയങ്കരമായിട്ട് ഒരു ഡയറക്ഷൻ ഇല്ലായ്മ പല കുട്ടികൾക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം റിപ്പീറ്റേഴ്സിൻ്റെ കേസ് ആണെങ്കിൽ അവർ സാർ എനിക്ക് കഴിഞ്ഞ അറ്റംപ്റ്റിൽ 70% ഉള്ളൂ, ഇപ്പോഴും വലിയ മെച്ചമൊന്നും ആയിട്ടില്ല, പക്ഷെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെയല്ലേ കീം വരുന്നത്, സോ ഇനി JEE നോക്കാതെ ഞാൻ കീമിന് പഠിച്ചാലോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. ഇനി എന്താ ഈ ലാസ്റ്റ് 12 ദിവസം ചെയ്യേണ്ടതെന്നുണ്ട്. അതേപോലെ തന്നെ +2 കുട്ടികളാണെങ്കിലോ, അവർ +2 പരീക്ഷയ്ക്ക് ആകെ പണി കിട്ടിയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ എന്താണ് +1 ഇമ്പ്രൂവ് ചെയ്യണോ, അല്ലെങ്കിൽ JEEക്ക് ഒന്നും കൂടെ നോക്കണോ, ഇനി JEEക്ക് റിപ്പീറ്റ് ചെയ്യണോ, അങ്ങനെ ആകെ മൊത്തം എന്താണ് ഒരു ഡയറക്ഷൻ ഇല്ലായ്മ ഉണ്ട് അല്ലേ, സത്യല്ലേ. അപ്പം ഇനി അങ്ങോട്ടുള്ള 10 ദിവസം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം പെർസെൻറ്റേജിലേക്ക് എത്താൻ പറ്റുക, അതായത് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമത്തിലേക്ക് എത്താൻ അടുത്ത 12 ദിവസം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാനും അതിന് എജ്യൂപോർട്ട് എങ്ങനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാനും വേണ്ടിയിട്ട് നാളെ രാത്രി 7:30 ഒരു കിഡിലൻ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജി സെഷനുമായിട്ട് ഞാൻ വരുന്നു. JEE ആസ്പിരൻസിൻ്റെ phase 2 മോഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഡേറ്റ് മറക്കണ്ട, നാളെ 21-ാം തീയതി എന്നല്ലോ ജനുവരി 21-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 8 മണിക്കല്ലടോ 7:30. 7:30 നമ്മുടെ JEEയുടെ സ്ട്രാറ്റജി സെഷൻ. ലിങ്ക് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ സമയമൊക്കെ വേസ്റ്റ് ആക്കുന്നതൊക്കെ അല്ലടാ, ഒരു അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ശരിയാക്കാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ കുന്നുമലക്ക്, അവന് 33% ആയിരുന്നു ഫസ്റ്റ് ചാൻസിൽ, പക്ഷെ അവന് സെക്കൻഡ് അറ്റംപ്റ്റ് ആകുമ്പോൾ 95ൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്കും പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഉറപ്പായിട്ടും ചെയ്യണം, നിങ്ങൾ ഉണ്ടാവണം. ബൈ.